ഫോക്കസ് ന്യൂസിൽ ഇന്ന് നിൽക്കുന്നത് പൂവാർ മണ്ഡലത്തിലാണ്. അതായത് കോവളം നിയോജക മണ്ഡലത്തിലെ പൂവാർ മേഖല നിൽക്കുന്നത്. ഇന്നിവിടെ വിൻസെൻറ്റിൻ്റെ പ്രചരണ പരിപാടികൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിൻസെൻറ്റിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് കഴിഞ്ഞ ദിവസം വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അരിയിലെ കറുപ്പുകൾ ഉണ്ടെന്നാണ്. അതായത് വിൻസെൻറ്റിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഈ പറഞ്ഞ നിറത്തെക്കുറിച്ച് പോലും ഈ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വിൻസെൻ്റ് എം എൽ എക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളതാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. നിങ്ങളെ നേരിലൊന്ന് കാണാൻ, നേരിൽ കണ്ട അനുഗ്രഹം വാങ്ങാൻ, ആശീർവാദം വാങ്ങാൻ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നൽകിയ അംഗീകാരത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ കടന്നു വരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹം പലപ്പോഴും ഇത്തരം പരാമർശങ്ങൾ നടത്തിയപ്പോഴും പാർട്ടി ഒന്നും അദ്ദേഹത്തെ തിരുത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും, അതങ്ങ് പോട്ടെ എന്ന് വെക്കുക. ഞങ്ങൾ അതിൽ പിടിച്ചാലോ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാനൊന്നും ഉദ്ദേശിക്കുന്നു. ഇതേ വർഗീയ പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ചു എന്ന് പറഞ്ഞ ഇതേ ഇടതുപക്ഷ സർക്കാരാണ് ഇന്നിപ്പോ SDP അടക്കമുള്ള സംഘടനകളുടെ വോട്ട് സ്വീകരിക്കുന്നത്. അറിഞ്ഞിരിക്കുമല്ലോ. അതിലെന്താ തോന്നുന്നേ? വാസ്തവത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്, അവർക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന ആളുകൾ എത്ര വർഗീയവാദികളായിരുന്നാലും അവരെല്ലാം ജനാധിപത്യവാദികളായിട്ടും മതേതരവാദികളായിട്ടും മാറും. മതേതരത്വവാദികൾ അവർക്ക് എതിരാണെങ്കിൽ, മതേതരത്വ പ്രസ്ഥാനങ്ങൾ അവർക്ക് എതിരാണെങ്കിൽ അതിനെ അവർ വർഗീയ പാർട്ടിയാക്കി മാറ്റും. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെല്ലാം നാടിനെ പട്ടിയാക്കുന്ന സമീപനത്തോടുകൂടി സമീപിക്കുന്നവരാണ് അവർ. അല്ല, കോവളത്തിന്റെ ടൂറിസം മേഖലയിലാണോ? കേരളത്തിന്റെ ടൂറിസം വകുപ്പ് നിയമസഭയിൽ പറഞ്ഞത് കേരളത്തെ അറിയാത്തവരും കോവളത്തെ അറിയുമെന്നാണ്. കോവളത്തിന്റെ പൊട്ടൻഷ്യൽ നന്നായി അറിയാവുന്ന മന്ത്രി എന്താണ് ചെയ്തത്? ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും കോവളത്തെ ടൂറിസം മേഖലയുടെ വികസനത്തെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഈ കോവളത്തിന് എന്ത് പരിഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്? കോവളത്തില് സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. ഞങ്ങള് ടൂറിസം ഡയറക്ടർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ചെയ്യാമെന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഓപ്ഷൻ സമരം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കോവളത്ത് ലൈറ്റ് കത്താത്തതിൻ്റെ പേരിൽ ഒരു റാന്തൽ വിളക്കുമായി ഞങ്ങൾ സമരം നടത്തിയാൽ കോവളത്തെ പോലുള്ളൊരു ഇൻ്റർനാഷണൽ ടൂറിസം മേഖലയെക്കുറിച്ച് ലോകത്തുള്ള ടൂറിസം രംഗത്തുള്ളവർ എന്തു പറയും? കോവളത്തിൻ്റെ ഇമേജ് ആകെ ഇടിച്ചു. കോവളത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും അടുത്ത ഗവൺമെൻറ് ഇന്നത്തെ ഗവൺമെൻറ്റിനെ പോലെ ആയിരിക്കില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കോവളത്തിൻ്റെ പ്രൗഢി വീണ്ടെടുക്കുന്ന ടൂറിസം പ്രോജക്റ്റുകൾ ഉണ്ടാവും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. 3ാം തവണയാണ് മത്സരിക്കുന്നത്. ആദ്യ തവണ 2600 സംതിങ് ആയിരുന്നു ഭൂരിപക്ഷം. 2ാം തവണ 12,000 മേലായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ 3ാം തവണയാണ് മത്സരിക്കുന്നത്. എന്ത് തോന്നുന്നു? തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ നല്ല കഠിനാധ്വാനികളാണ്. ഞാനും അവരോടൊപ്പം പൊതുരംഗത്ത് കഠിനാധ്വാനം ചെയ്യുകയാണ്. നന്നായി പരീക്ഷ എഴുതി ജനങ്ങൾ നല്ല മാർക്ക് തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. അജയകുമാർ വളരെ കുറച്ച് വൈകി, നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടും കുറേ വൈകിയെങ്കിലും, പിന്നെ പൈപ്പ് ലൈനൊക്കെ വെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന് കുറേ വൈകിപ്പോയെങ്കിലും അല്പം വൈകിയാലും നല്ല ഭംഗിയായി നമുക്ക് റോഡ് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു. അതിനെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. ഈ 10 വർഷക്കാലം ഒരു സാധാരണ പൊതുപ്രവർത്തകനായിരുന്ന എന്നെ നിയമസഭാംഗമാക്കി മാറ്റിയവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളോട് അതിന് ഞാൻ ഹൃദയത്തിൽ തൊട്ട നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സഹകരണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നിയമസഭയിൽ ഈ നാടിന്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങളുടെ സഹോദരനും സുഹൃത്തും കുടുംബാംഗവുമായി നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ഞാൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ രൂപം കൊണ്ട ആ പാരസ്പര്യത്തിന്റെ സൗഹൃദം നൽകുന്ന ആത്മവിശ്വാസവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വിജയരാഘവന്റെ പ്രസ്താവനയോട് വിൻസെന്റ് MLA പറയുന്നത്, ഇത് വിജയരാഘവന്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇത് തിരുത്തേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തിരുത്താത്തോളം കാലം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. രാഹുൽ ഗാന്ധിയെ പോലും തീവ്രവാദ വോട്ട് വാങ്ങി ജയിച്ചു എന്ന് പറയുന്ന ഈ പറഞ്ഞ CPM
ഇപ്പോൾ ചെയ്യുന്നത് SDP അടക്കമുള്ള സംഘടനകളുടെ വർഗീയ സംഘടനകളുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതെന്നാണ് വിൻസെൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വിജയരാഘവൻ്റെ പ്രസ്താവനയോട് വിൻസെൻ്റ് MLA എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നത് തിരുത്തേണ്ടത് പാർട്ടിയാണ്. ഇതവരുടെ സ്ഥിരം ശൈലിയാണ്. ഇന്ന് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തവർ കോൺഗ്രസിൻ്റെ വോട്ടിന് സമയത്ത് പറഞ്ഞത് നിങ്ങൾ വർഗീയവാദികളുടെ വോട്ട് വാങ്ങി വിജയിക്കുന്നതാണ്. അപ്പോൾ അവർ ഓരോ നിമിഷവും അവരുടെ നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്നാണ് വിൻസെൻ്റ് MLA പറഞ്ഞു വെച്ചത്.